നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ IT ടെലികോം മേഖലയിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ നീക്കം. കാരണം കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. നിയന്ത്രണം ബാധിക്കുക ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 67,703 വിദഗ്ധ തൊഴിൽ വീസയാണ് UK അനുവദിച്ചത്. അനുവദിക്കുന്ന തൊഴിൽ വീസകളിൽ 6-1 ടെക്നോളജി മേഖലയിലാണ്. ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ എതിർ പ്രക്ഷോഭങ്ങളും രൂക്ഷമാകുന്നു. ആക്രമണത്തിന് ഇരയാകുന്നത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ. പ്രധാനമന്ത്രി പദത്തിൽ കെയർ സ്റ്റാർമറിന് നേരിടേണ്ടി വന്ന ആദ്യ പ്രതിസന്ധിയാണ് ഇത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കത്ത് നിഷേധിച്ച മകൻ സജദ് വാസിഫ്. ഷെയ്ഖ് ഹസീന അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ലെന്നും തന്റെ അമ്മ അമേരിക്കയെ വിമർശിച്ചിട്ടില്ലെന്നും സജദ് വാസിഫ്. സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം US-ന് നൽകിയിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നുവെന്ന് ഹസീനയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതി വരെ എത്തിയതിനാൽ ഹസീനയ്ക്ക് പ്രസംഗിക്കാനായിരുന്നില്ലെന്നുമാണ് ഒരു ഇംഗ്ലീഷ് മാധ്യമം പുറത്തുവിട്ടത്. ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ കടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പ്രതിഷേധം തുടരുന്നു. ധാക്കയിലും വടക്കുകിഴക്കൻ തുറമുഖ നഗരമായ ചറ്റാഗ്രാമിലുമാണ് നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും അക്രമം നടത്തിയവരെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ വേണമെന്നും ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സർവേകളിൽ ഡെമോക്രാറ്റുകൾ ഗംഭീര തിരിച്ചുവരവ് നടത്തുന്നു. കമലാ ഹാരിസിന് ട്രംപിനുമേൽ 1% ലീഡ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണ ടീമിനുമേൽ ഇറാന്റെ സൈബർ ആക്രമണം. നാഷണൽ ഹെറാൾഡ് കേസ് തുടർ ചോദ്യം ചെയ്യലിന് രാഹുൽ ഗാന്ധിയെ ED വിളിപ്പിച്ചേക്കും. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റകൃത്യം നടക്കുന്നതിന് മുൻപ് പ്രതി സഞ്ജയ് റോയി മദ്യം കഴിച്ചിരുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാർ ഒളിച്ചുകളി തുടരുന്നു. ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ സർക്കാർ എല്ലാ അടവും പയറ്റുന്നു. അഴിമതിയിൽ അപ്പീൽ പരിഗണനയിൽ. പ്രോസിക്യൂഷൻ അനുമതി ഉടൻ സർക്കാർ നൽകില്ല. വയനാട് ദുരന്ത മേഖലയിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടർന്നു. ചാലിയാറിൽ ഇന്ന് ജനകീയ തിരച്ചിൽ ഉണ്ടായില്ല. തിരിച്ചറിയാനാകാത്ത മൃതദേഹത്തിന്റെയും ശരീരഭാഗങ്ങളുടെയും DNA ഫലങ്ങൾ ലഭ്യമാക്കും. പാരീസ് ആതിഥ്യം വഹിച്ച 33ാം ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. 126 മെഡലുകൾ നേടി US 1ാം സ്ഥാനത്തും 91 മെഡലോടെ ചൈന 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകളോടെ ഇന്ത്യ 71ാം സ്ഥാനത്ത്. 2028 ഒളിമ്പിക്സിന് വേദി അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ആണ്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.